താരൻ താരനെ കൊണ്ട് പ്രയാസപ്പെട്ട് വല്ലാതെ പ്രയാസപ്പെട്ട് മുട്ടയടിച്ച് അല്ലെങ്കിൽ പലതരത്തിലുള്ള എണ്ണകൾ ഉപയോഗിച്ചിട്ട് ഒന്നും ശരിയാവാതെ പലതരത്തിലുള്ള ചികിത്സകളും ചെയ്ത് നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനി മറ്റു പല അസുഖങ്ങൾക്ക് വരുന്നവർക്കാണെങ്കിലും ഒരുപാട് ആളുകൾക്ക് കാണുന്ന ഒരു പ്രയാസമാണ് തലയിലെ താരൻ. ഈ താരനെ കൊണ്ട് ചൊറിച്ചിലുണ്ടാകും, പലർക്കും വ്രണങ്ങൾ പോലും ആയി മാറാറുണ്ട്. എന്നിരുന്നാലും ഈ താരൻ വരുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. വയറിലെ പ്രശ്നമാവാം, ടെൻഷനാവാം, ഉറക്കമില്ലായ്മയാവാം. നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ പാകപ്പിഴവുകൾ നമ്മൾ വരുത്തുന്നതെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ എനർജി ഫ്ലോയില് എന്തൊക്കെയോ വ്യതിയാനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായി അനലൈസ് ചെയ്തിട്ടുള്ള ചികിത്സകൾ, നാച്ചുറൽ ട്രീറ്റ്മെന്റ്സ്, അക്യുപങ്ചർ പോലുള്ള നാച്ചുറൽ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഈ താരൻ എന്ന പ്രശ്നത്തിൽ മാറ്റം കാണാറുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ താരൻ മാറാൻ എന്ന് പറയാൻ പറ്റില്ല, തൽക്കാലത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന നിലയിൽ ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി എന്നൊക്കെ പറയുന്ന കുഞ്ഞു ഉള്ളി ഉണ്ടല്ലോ, അത് ചതച്ച് അതിന്റെ നീരെടുത്ത് കരിഞ്ജീരക ഓയിൽ മിക്സ് ചെയ്ത് സ്കാൽപ്പിന് അപ്ലൈ ചെയ്യുക. 20 മിനിറ്റ് കഴിഞ്ഞ് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഷാമ്പു കൊണ്ട്, ഇപ്പോൾ ചെമ്പരത്തിയുടെ ഇലയോ അങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ക്ലെൻസർ കൊണ്ട് തല നന്നായിട്ട് വാഷ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യുക. ഒരു ആശ്വാസം കിട്ടുന്ന സമയത്ത് ഈ ഡെയിലി ചെയ്യുന്നത് ആൾട്ടർനേറ്റീവ്സിൽ അങ്ങനെയൊക്കെ ആക്കാം. എന്നിരുന്നാലും ശാശ്വത പരിഹാരം എന്നുള്ളത് ചികിത്സയിൽ തന്നെയാണ്. കാരണം ഇതിന്റെ കാരണം എന്താണോ അതിനാണ് ചികിത്സിക്കേണ്ടത്.